Hi students, welcome back to our next video class. In this class we can discuss about budgetary control. This is the last chapter in cost accounting class. For knowing the budgetary control, first we have to understand the topic budget. What do you mean by budget? Budget is a device used for planning and control. Budget is a device used for planning and control. പ്ലാനിങ്ങിനും കൺട്രോളിനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ബഡ്ജറ്റ്. ഇനി എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു പ്രത്യേക പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കാണ്. ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയാം. ബഡ്ജറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡ്. It lays down the targets to be achieved. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഡ്യൂറിങ് ദ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ നമ്മൾ എത്രത്തോളം ടാർഗറ്റ്സ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റ്. Budget is a device used for planning and control. It's a detailed plan for future definite period. It lays down the targets to be achieved during the specific period of time. Then we can discuss about the definition of budget. Budget is a financial or quantitative statement. Budget is a financial or quantitative statement. Financial statement ആണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പ്രിപ്പയർഡ് പ്രയർ ടു എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. നമ്മളൊരു പ്രത്യേക സമയത്തിന് വേണ്ടി മുൻപേ തയ്യാറാക്കുന്നതാണ് അല്ലെ. പ്രിപ്പയർഡ് പ്രയർ ടു എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം, ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം of the policy to be pursued during that period for the purpose of attaining given objective. ഇനി എന്താണ് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്? ലേ ഡൗൺ ദ പോളിസി ആണ് അല്ലെ. നമ്മൾ എന്തൊക്കെ പോളിസീസ് ആണ്, എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പെർസ്യൂ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഫോർ ദ പർപ്പസ് ഓഫ് അറ്റൈനിങ് ഗിവൺ ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ എന്തെല്ലാം പോളിസീസ് ആണ് നമ്മൾ പെർസ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയാം. ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് പ്രയർ ടു എ ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം ഓഫ് ദ പോളിസി ടു ബി പെർസ്യൂഡ് during that period for the purpose of attaining given objective. The next we have to discuss about the features of budget. What are the features, characteristics of budget? We have already discussed in the definition. It's a financial or quantitative statement. Budget is a financial or quantitative statement. It is prepared for a future definite period. It is prepared in advance for the future definite period. The policies to be followed. Purpose is to given the objective. Given objective. It is approved by management for its implementation. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫീച്ചറിൽ പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രത്യേക പീരീഡിലേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്, ഇൻ അഡ്വാൻസ് ആണ് അല്ലെ, മുന്നേ കൂട്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ്. എന്തെല്ലാം പോളിസീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഒരു ഗിവൺ ഒബ്ജക്റ്റീവ് അതിനുണ്ട്. ദെൻ മാനേജ്മെന്റിന്റെ അപ്രൂവൽ അതിന് കിട്ടണം ഫോർ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാനേജ്മെന്റിന്റെ അപ്രൂവല് കിട്ടണം. Budgetary control. Budgetary control. Budgetary control is a technique of controlling the activities of an organization with the help of budget. First, we have to prepare the budget. On the basis of that budget, the activities of the organization is to be controlled. അപ്പോൾ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിന്റെ സഹായത്തോടെയാണ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റികൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്റഡ് പെർഫോമൻസ്. ഇനി ബഡ്ജറ്ററി കൺട്രോൾ ഇസ് എ കൺട്രോൾ ടെക്നിക് ആണ്. ഇതിനകത്ത് നമ്മൾ കമ്പയർ ചെയ്യാണ്. നമ്മൾ മുന്നേ കൂട്ടി ഒരു ഡെഫിനിറ്റ് പീരീഡിന് വേണ്ടി നമ്മൾ ബഡ്ജറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. അതാണ് നമ്മളുടെ ബഡ്ജറ്റഡ് പെർഫോമൻസ്. അപ്പൊ നമ്മുടെ ആക്ച്വൽ കഴിയുമ്പോൾ, നമ്മളുടെ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റഡ് പെർഫോമൻസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കൂടി ബഡ്ജറ്ററി കൺട്രോളിന്റെ ഭാഗമാണ്. അപ്പൊ ബഡ്ജറ്ററി കൺട്രോൾ ഇസ് എ ടെക്നിക് ഓഫ് controlling the activities of the organization with the help of budgets. It involves comparing the actual performance with the budgeted performance. The next one, features of budgetary control. Establishment of budget for each functional area. ഇനി എന്തൊക്കെയാണ് ബഡ്ജറ്ററി കൺട്രോളിന്റെ ഫീച്ചേഴ്സ്?
എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബഡ്ജറ്റ് ഫോർ ഈച്ച് ഫങ്ഷണൽ ഏരിയ. ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്, ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, അങ്ങനെ പല പല ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫങ്ഷണൽ ഏരിയാസിനും വേണ്ടി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓരോ ഫങ്ഷനും വേണ്ടിയിട്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടിയിട്ട് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ മെഷറിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ഈച്ച് ഫങ്ഷണൽ ഏരിയ. അതിനുശേഷം നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു, ബഡ്ജറ്റഡ് പെർഫോമൻസ് നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം ഇവരുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. ദെൻ കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്റഡ് പെർഫോമൻസ്. മെഷറിംഗ് ദ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ്, മെഷർ ചെയ്ത് നോക്കുകയാണ്. ദെൻ അനലൈസിങ് ദ റീസൺ ഫോർ സച്ച് വേരിയൻസ്. അത്തരത്തിലുള്ള വേരിയൻസ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ബഡ്ജറ്റിംഗ്. Budgeting is the process of preparing and formulating budget. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ്, ആ പ്രോസസ്സുകളെയാണ് നമ്മൾ പറയുക ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ്. ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ആണ്. ദെൻ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ടെക്നിക്കാണ്. പക്ഷേ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രോസസ്സാണ് പ്രിപ്പയറിംഗ് ആൻഡ് ഫോർമുലേറ്റിംഗ് ബഡ്ജറ്റ്. Then what are the objectives of budgetary control? What are the objectives of budgetary control? The objectives of budgetary control are summarized as follows. First one, planning. Budgetary control is used as a weapon for planning. Then the next one is coordination. Budgetary control coordinate all the activities of different functional area. We have already discussed that each and every functional areas has their own functional budget. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഫങ്ഷണൽ ഏരിയയ്ക്കും നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ബഡ്ജറ്റുകളെ നമ്മൾ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് ആ ഒരു പെർഫോമൻസ് ചെയ്യുക. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെയും, എല്ലാ ഈ ഫങ്ഷണൽ ഏരിയയുടെയും ആക്ടിവിറ്റീസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. Then control. Control means measuring the actual performance and compare the actual performance with the budgeted performance. Communication. It is important to communicate the goals and objectives of budget to each and every employee in our ഓർഗനൈസേഷൻ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് ടു ഓൾ എംപ്ലോയീസ് റിഗാർഡിംഗ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. എന്തെല്ലാമാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ മോട്ടിവേഷൻ. If the employees are involved in preparing the budget, they are motivated to achieve that goals. ഇപ്പൊ നമ്മൾ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ we may seek the help of employees. The employees are involved in the preparation of budget. They may have an intense responsibility to achieve that goals. അല്ലെ, ഇപ്പൊ ഓർഗനൈസേഷനിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എംപ്ലോയീസിനെ കൂടി നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരാണ്. അവരും കൂടി സെറ്റ് ചെയ്ത ബഡ്ജറ്റ് ആണ്. സോ അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഗോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവാണ്. ദെൻ ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈമാറുക, അല്ലെ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡിഫറെന്റ് ലെവൽസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ബഡ്ജറ്ററി കൺട്രോൾ എയിംസ് ടു ഡെലിഗേറ്റ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഡിഫറെന്റ് പേഴ്സൺ. അപ്പൊ ഈ നമ്മളുടെ ഈ ഡെലിഗേഷനിലൂടെ നമ്മൾ ചെയ്യുന്ന ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓരോരുത്തർക്ക് നമ്മൾ അത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്.